ഒരുപാട് ആൾക്കാർ നിരന്തരം മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനാണ് ഞാൻ ഇന്ന് ഉത്തരം നൽകാൻ പോകുന്നത്. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് സലീം എന്നെ ഒഴിവാക്കിയത് എന്നാണ് ഇപ്പം എല്ലാവർക്കും അറിയേണ്ടത്. അതറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൻ്റെ താഴെ കമൻ്റ് ഇടുന്നത്, എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത്, ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത്, എന്തിനാണ് സലീം എന്നെ ഒഴിവാക്കിയത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമെന്ന് കരുതി. ഞാനിനി മറച്ചു വെച്ചിട്ട് കാര്യമല്ലല്ലോ. യാഥാർത്ഥ്യത്തെ നമ്മൾ എപ്പോഴാണെങ്കിലും അത് തുറന്നു പറയണമല്ലോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2009 ജനുവരി 18 ആയിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലെന്ന് പറയുന്നത് മൂന്നാമത്തെ മകളാണ്. അപ്പം എൻ്റെ വീട്ടിൽ മൂന്നാമത്തെ മകളായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ കുക്കിംഗ് ഒന്നും ഞാൻ വലുതായിട്ട് പഠിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുക്ക് ചെയ്യലൊക്കെ ഉമ്മയാണ്. ആദ്യം സഹോദരിമാരുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ വിവാഹം ഏകദേശം ഒരു 5 വർഷത്തെ ഗ്യാപ്പിലാട്ടോ. മൂത്ത ആൾ രണ്ടാമത്തെ ആളുമായിട്ട് 5 വർഷത്തെ ഗ്യാപ്പുണ്ട് വിവാഹം. രണ്ടാമത്തെ ആളും ഞാനും തമ്മിൽ 4 വർഷത്തെ വിവാഹത്തിൻ്റെ ഒരു ഗ്യാപ്പാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ബാപ്പ ഡ്രൈവറാണ്, ഉമ്മ ഒരു ഹൗസ് വൈഫാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഉമ്മ ഹൗസ് വൈഫ് ആയതുകൊണ്ട് ഉമ്മയാണ് വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. അപ്പോൾ വാപ്പാക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഈ പറഞ്ഞതുപോലെ ഉമ്മയാണ് ഉണ്ടാക്കി തരാറ്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ കയറിയിട്ട് ശീലം അങ്ങനെയൊന്നുമില്ല. പാത്രം കഴുകും, നിലം തുടയ്ക്കും, അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലാതെ ഈ പറഞ്ഞതുപോലെ കുക്കിങ്ങിലേക്കൊന്നും ഞാനങ്ങനെ പോയിട്ടില്ല. പഠിക്കേണ്ട ആവശ്യം അന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ 2009 വിവാഹം കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 8 മക്കളാണ്. ഇവരാണ് ലാസ്റ്റത്തെ കുട്ടി എന്ന് പറയുന്നത്. ഉമ്മയും വാപ്പയും പ്രായമായവരാണ്. വാപ്പയുടെ അനിയനും ഉണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ലോങ് ആയിട്ടാട്ടോ. ഭർത്താവിൻ്റെ സഹോദരന്മാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഒക്കെ കുറച്ച് ദൂരെയുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ ഫുഡും കൊയിലാണ്ടി ഫുഡെന്ന് എന്ന് പറയുന്നത് നല്ല മാറ്റമുണ്ട്. നിങ്ങൾക്കറിയാം, ശരിക്കും ഒരു 30 കിലോമീറ്ററിൻ്റെ മാറ്റമാണ് എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും തമ്മിലെങ്കിൽ. പക്ഷേ എന്താ പറയുക, 30 ദിവസത്തേന്നല്ലേ 30 വർഷത്തേന്ന് പറയാൻ പറ്റും. ഭക്ഷണത്തിന് തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ കൊയിലാണ്ടി ഭക്ഷണം എന്ന് പറയുന്നതല്ല പൂനൂരുള്ളത്. പൂനൂർ ഭക്ഷണം എന്ന് പറയുന്നതല്ല കൊയിലാണ്ടി. രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൊയിലാണ്ടി വന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഇവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇവിടെയും ഞാൻ ഈ പറഞ്ഞതോളം നിലമടിക്കുക, തുടയ്ക്കുക, പറഞ്ഞതുപോലെ അലക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതായിരുന്നു. അങ്ങനെ കുക്കിങ്ങിലൊക്കെ ഞാൻ വളരെ വളരെ പുറകോട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പോൾ കാരണം പഠിക്കേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് വിവാഹം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ പറഞ്ഞതോണം അമ്മായിയമ്മയുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അവിടെയാണെങ്കിൽ എൻ്റെ ഉമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം വിവാഹം കഴിഞ്ഞു. കുറേ ഞാൻ പറഞ്ഞല്ലോ, ഉമ്മ ഫുഡുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കിച്ചണിലും കാര്യങ്ങളൊന്നും കയറാറില്ല. അങ്ങനെ ഒരിക്കൽ വാപ്പാക്ക് വയ്യാതിരുന്ന സമയത്ത് ഉമ്മ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വാപ്പാനെ. അന്നാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു ഇത് എനിക്കായിരുന്നു ഡ്യൂട്ടി എന്ന് പറയാൻ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, എനിക്കൊരു ബിരിയാണി വെച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാനെന്താ, എൻ്റെ ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുന്നൊരു അവസരമല്ലേ, ഞാൻ എന്തിനു വേണ്ടാന്ന് വെക്കണം. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചു, എൻ്റെ സഹോദരിമാരെ വിളിച്ചു, എൻ്റെ അമ്മായിനെ വിളിച്ചു. ഇവരോടൊക്കെ അഭിപ്രായങ്ങൾ ഒരുപാട് ചോദിച്ചു. എങ്ങനെ വെക്കണം, എങ്ങനെ ഇതാക്കണം, അരി സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമുണ്ടോ, കാരണം ഇതിന് നല്ല സ്മെല്ലാണല്ലോ ബിരിയാണി റൈസിന്, സോപ്പിട്ട് കഴുകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. അങ്ങനെ എന്നോട് അവർ വെക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു. ഞാനത് വെച്ചു. എൻ്റെ ഭർത്താവ് വീട്ടിൽ വന്നു. ഭർത്താവ് കഴിച്ചതും ബിരിയാണിക്ക് ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞു. എന്നെന്ന് പറയാൻ ബാക്കിയൊന്നും വെച്ചില്ല, അപ്പം തന്നെ ഒഴിവാക്കി. എൻ്റെ വീട്ടിലേക്കോ അവിടെ ആരോടോ ചോദിക്കാനൊന്നും നിന്നില്ല. വിത്ത് സ്പോട്ടിന് ഞാൻ നിന്നെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തു എൻ്റെ വീട്ടിൽ പോയി.
അങ്ങനെ ഇപ്പോൾ ദേ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി ഞാനിങ്ങനെ ജീവിക്കുന്നു. നിങ്ങളെന്താ വിചാരിച്ചേ? എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കി എന്ന് പറഞ്ഞ് ഞാൻ കഥയിലത് ജീവിതത്തെ മാതിരി ഇപ്പം കരയും ഞാനെന്നോ? നല്ല സന്തോഷമുണ്ടല്ലേ എൻ്റെ മാപ്പിളയെ നിന്ന് ഒഴിവാക്കി കാണാൻ. എന്നാലും എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. പണ്ടത്തെ കാലത്തൊക്കെ ഈ എപ്പോഴും പറയും ബന്ധങ്ങൾ വേർപ്പെടുത്തരുത്, ബന്ധം എന്ത് ത്യാഗം സഹിച്ചും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്ന കാലഘട്ടമായിരുന്നു പണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് ആവാത്ത ആൾക്കാരെ വരെ ഡിവോഴ്സ് ചെയ്യിക്കുന്ന മനുഷ്യന്മാർ. എന്തല്ലേ, എന്തൊരു കഷ്ടമാണെന്നറിയോ? എന്നെന്തിനാ സലീം ഒഴിവാക്കിയേ, എന്നെന്തിനാ സലീം ഒഴിവാക്കിയേ, എന്നെന്തിനാ സലീം ഒഴിവാക്കിയേ, ഇതാ ചോദ്യം. എൻ്റെ പൊന്നാര കൈസി, ഇതുവരെ അദ്ദേഹം ഒഴിവാക്കിയിട്ടില്ല. ഒഴിവാക്കുമെന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഞാനും, എനിക്ക് അദ്ദേഹവും മാത്രമേ ഉള്ളൂ. പോരാത്തതിന് 2 മക്കളും. ദിവസം മെസ്സേജ് അയപ്പാ, എന്തിനാ ഒഴിവാക്കിയേ, എന്തിനാ ഒഴിവാക്കിയേ, എന്തിനാ ഒഴിവാക്കിയെന്നും പറഞ്ഞു. വിചാരിച്ച ഇത്രയല്ലേ കിട്ടിയേ? എത്ര ആൾ ഈ ഫസ്റ്റ് കണ്ട് ഞാൻ ഉറപ്പിച്ചതാണ് അത് കുറച്ച് നീട്ടണം എന്നുള്ളത്. കാരണം എന്തിനാ എന്നെ ഒഴിവാക്കിയെന്ന് കണ്ണും തള്ളി. കണ്ണ് എല്ലാവരുടേതും അവിടെ തന്നെ ഉണ്ടല്ലോ, ആരുടേതും താഴെ പോയില്ലല്ലോ. അഥവാ ആരുടേതെങ്കിലും താഴെ പോയിട്ടുണ്ട് എടുത്ത് തിരിച്ച് വെക്കൂട്ടോ. നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷ്മതയോടുകൂടെ നോക്കാനുള്ളതാ. അപ്പോൾ എന്നെ ഭർത്താവ് ഒഴിവാക്കിയതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമല്ലോ, ബിരിയാണിക്ക് ഉപ്പ് കൂടി എന്ന് പറഞ്ഞിട്ട്. ഒന്നും നോക്കിയില്ല. ഇപ്പം ഞാൻ ബിരിയാണി വെക്കാറില്ല. അതുകൊണ്ടിപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണോ ഞാൻ ബിരിയാണി വെക്കുന്നത് അപ്പം അദ്ദേഹം പോകുമായിരിക്കും കേട്ടോ. പോകുന്നവരെ നിങ്ങൾ കാത്തു നിൽക്കുകയെ. പോയിട്ട് ഞാൻ പറയാം, ഡിവോഴ്സ് ആക്കിയിട്ട് ഞാൻ പറയാം എന്തിനാണ് ഡിവോഴ്സ് ചെയ്തതെന്ന്. ഇപ്പം എനിക്ക് തൽക്കാലം പറയാനൊരു കാരണമില്ല. കാരണം കിട്ടുമെന്ന് വിചാരിക്കാം കേട്ടാ. ടാറ്റാ.